മുൻതർബായോടൊപ്പം നമ്മളിവിടെ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ റോസ്റ്റ് ചെയ്യണ്ടേ. നമ്മുടെ സുഹൃത്താണ് ദുബായിൽ വർക്ക് ചെയ്യണേ, എമിറേറ്റ്സിലാണ്. ലീവ് എടുത്താണ് വന്നേക്കണതാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തായ്ലാൻഡിലെ റണ്ണിങ് മാർക്കറ്റിലാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ്. അപ്പം എൻ്റെ മുന്നിൽ ഇരിക്കണണ്ടില്ലേ, ദേ വലിയൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു പാക്കറ്റ്. ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ തിന്നാൻ ആഗ്രഹം ഉണ്ടായിട്ട് മേടിച്ചതല്ല, ചേഞ്ച് കിട്ടാൻ വേണ്ടി മേടിച്ചതാണ്. ഞാൻ ഇതാ ഇവിടെ ഒരു ജ്യൂസ് ഇരിക്കുന്നുണ്ട്. ഈ ജ്യൂസിന് 60 ബാത്താണ്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്, ഒറിജിനൽ ജ്യൂസ്, കളറല്ല, ഒറിജിനൽ ജ്യൂസ്. അപ്പോൾ ഈ ജ്യൂസ് വാങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടായില്ല, 1000-ൻ്റെ ഭാഗത്തായിരുന്നു. അപ്പോൾ ആ കടയിൽ ചേഞ്ച് ഇല്ല, അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അതിന് മുന്നേ ഇവിടെ വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ തെറിച്ചു പോയി. ഇത് ചിക്കനാണ്. നമ്മൾ സാധാരണ ദുബായിലൊക്കെ ഇടുന്ന പോലത്തെ നരകത്തിലെ കോഴി എന്നൊക്കെ പറയില്ല, ആ സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങണ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വാട്ടാ. അപ്പോൾ ഞാനങ്ങനെ ചിക്കൻ കഴിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ചിക്കൻ റോസ്റ്റ് ചെയ്യണ്ടേ. എന്നിട്ട് ഇവിടെ കനലിൽ ചൂടുന്നു ഉണ്ടല്ലേ, തിരിച്ചവിടെ വെച്ചു. അപ്പോൾ എനിക്കുള്ള പീസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് വാങ്ങി ഇവിടുന്ന്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ജ്യൂസ് ഇട്ടാ. അതാ ഞാൻ ഈ ജ്യൂസ് വാങ്ങി. ഇതാണ് വാങ്ങണത്, പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇട്ടാ. ഐസിലിട്ട് വെച്ചിട്ടുണ്ട് വേറെ കേട്ടോ. നമുക്ക് കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ എടുക്കാം. പല ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇത് അനാറുണ്ട്, മാംഗോ ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ഔക്കാഡ ഉണ്ട് കേട്ടോ. ഇത് ഈ ഇരിക്കുന്ന ഔക്കാഡയാണ് ഇരിക്കുന്നത്. ഔക്കാഡ 60, പാഷൻ ഫ്രൂട്ട് 60, ഞാൻ എടുത്ത 60ആണ്, മാംഗോ 60, അനാറ് മാത്രം 80 കേട്ടോ, 80 ബാത്ത്. വാങ്ങണ കണ്ടില്ലേ. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാനിവിടെ ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ ഏരിയയിൽ പറഞ്ഞിട്ട്. ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തുടങ്ങട്ടെ. വേറെ ഒന്നുമില്ല, ചിക്കൻ. ഇവരൊരു പിന്നൊരു ചട്നി തന്നിട്ടുണ്ട്. ഈ ചട്നി നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ട്രൈ ചെയ്യാം. ഇത് നോക്കട്ടെ കേട്ടോ, ചട്നിയിൽ മുക്കിയിട്ട് അങ്ങനെ കഴിച്ചു നോക്കട്ടെ. ആദ്യം വെറുതെ ഒരു പീസ് കഴിച്ചു നോക്കട്ടെ, അതിന് ചട്നി ചിലപ്പോൾ പുറത്തേക്ക് തുപ്പേണ്ടി വരും ചട്നി ഇഷ്ടമായില്ലെങ്കിൽ. നല്ല ചൂടുണ്ട്. ഒരു ഫോർക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടാ. ഫോർക്ക് ഇല്ലാതെ ഒരു ചട്നി തന്നിട്ടുണ്ട്. ഇതാ ഈ ചട്നിയിലൊന്ന് ഡീപ്പ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല. എരു വേറെ വെക്കും. ഉണക്കച്ചെമ്മീൻ്റെ മണം വരുന്നുണ്ട്. കുഴപ്പമില്ല, ഇഷ്ടാവും. നമ്മളെ എരിവും പുളിയൊക്കെ കിട്ടുന്നുണ്ട്. ചിക്കനിലാണെങ്കിൽ ഒരു മസാല ഇല്ല കേട്ടോ, വെറുതെ റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്ന ചിക്കനാണ്. അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഐറ്റംസ് ഒക്കെയാണ് ഇതുള്ളത്. തക്കാളി, ചെറിയ ചെറിയ തക്കാളി വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ തക്കാളി. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഇത് കണ്ടില്ലേ, പാഷൻ ഫ്രൂട്ടാണ് ഈ വെച്ചേക്കുന്നത്, പാഷൻ ഫ്രൂട്ട്. പിന്നെ ഇതെന്താ, ഇത് പേരക്കയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് പേരക്ക ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഉള്ളിൽ വേറെ ഒരെണ്ണം ഉണ്ട്, അത് നോക്കട്ടെ എങ്ങനത്തെയാണ്. ഇത് പേരക്ക. ഡ്രാഗൺ ഫ്രൂട്ട് 2 കളർ ഉണ്ട് കേട്ടോ. ഇതൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചോക്കട്ടെ. ഡ്രാഗൺ ഫ്രൂട്ട് 2 കളർ, വൈറ്റ്, റെഡ്. കുറച്ച് സ്ട്രോബെറി, പപ്പായ. ഈ കാണുന്നത് പപ്പായ ഉണ്ടാ, പപ്പായ. പിന്നെ മാംഗോ ഉണ്ട്. പിന്നെ ഞാൻ പറയും, ഇത് വെക്കാൻ സ്ഥലമില്ല, നീ കയ്യിൽ നിന്ന് പോകും, പുറത്തേക്ക് പോകും. ഇവിടെ കേട്ടെ. ഓക്കെ, പിന്നെ ചാമ്പക്ക ഉണ്ട് കേട്ടോ. സ്ട്രോബെറി തെറിച്ചു പോയി. ചാമ്പക്ക ഉണ്ട്, വലിയൊരു ചാമ്പക്കയുടെ പീസ് കണ്ടില്ലേ.
ഇതൊന്നും ദുബായിൽ കിട്ടാറില്ല. ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ വളരെ കുറവാണ്. ചില പ്രത്യേക മാർക്കറ്റിലൊക്കെ പോയാൽ കിട്ടിയായിരിക്കും, പക്ഷെ സാധാരണ കോമൺ ആയിട്ടൊന്നും ഇത്ര വലിയ ചാമ്പക്കൊന്നും ദുബായിൽ വരുന്നില്ല. കണ്ടില്ലേ, ചാമ്പൊക്കെ കഴിച്ചിട്ട് കാലം കുറയും. രാത്രി ഇവിടുത്തെ കാഴ്ചകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കാണല്ലേ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ, കഴിച്ചിട്ട് അതൊക്കെ ഒന്ന് കാണാം. Hi, how are you, man? I'm good, brother. We are pumped for the show tonight. We're gonna have wrestling, Muay Thai, open boxing, everything what you can imagine. We're gonna have fun, hopefully. Where are you from? Hungarian. Hungary. Ah, okay. What about you, sir? I'm from India. Where in India are you from? India, Kerala. We have a wrestler from India. He's from Marathi. Marathi. Yeah. Ah, okay. Okay, this guy, yeah? Hindustani. Okay. Marathi, yeah. Number one from India. Okay, thank you. Enjoy, sir. This chump here wants a shot because I am a giving individual. I like to give from. I see you're a little jittery. I noticed from your promos. Maybe start making coffee at home. Maybe get out the Starbucks. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മീറ്റുകളൊക്കെ കാണാൻ കഴിയും. ചിക്കൻ മാത്രമല്ല കേട്ടോ, ബീഫ്, മുതലൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നൂഡിൽസ് കാര്യങ്ങളൊക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ സീ ഫുഡ് ഐറ്റംസും, അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ ഐറ്റംസൊക്കെ ഗ്രില്ല് ചെയ്ത് കിട്ടും അവിടെ. നമ്മൾ പറയുന്ന മസാലയിൽ വ്യത്യസ്തമായ മസാലകൾ നല്ല അടിപൊളി ടേസ്റ്റിൽ ഗ്രില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അയ്യേ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അങ്ങനെ നടന്ന് ഇവിടെ ഒരാളെ കണ്ടിട്ടുണ്ട് കേട്ടോ. മുതലിറച്ചി ഓർഡർ ചെയ്തിട്ടുണ്ട്. മുതലിറച്ചി തീർച്ചയായിട്ടും തായ്ലൻഡിൽ വന്ന തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് മുതലിറച്ചി. ഓക്കെ, ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറുപ്പായോടൊപ്പം നമ്മളിവിടെ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയുണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വലിയൊരു ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോളൂ. നമ്മളൊപ്പം വന്ന ഗ്രൂപ്പ് ഉണ്ട് ഈ കാണുന്നത്, ബാക്കിലുണ്ട്. ഇപ്പൊ മുതലിറച്ചി റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യണ്ട, മുതലിറച്ചി തിന്നാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫേസ് ആദ്യത്തെ ഇത് ഞാൻ വേണ്ട മുതലിറച്ചി ചിക്കൻ കഴിക്കണ പോലെ തന്നെ, ചിക്കൻ പോലെ തന്നെ ഇതിന് ശേഷം നിങ്ങളൊക്കെ പേടിക്കണ്ട. വാ, ചിക്കൻ്റെ ടേസ്റ്റ് ഇടാം. വേറെ പറ്റുന്നുണ്ട് കേട്ടോ. ബീഫും മട്ടൺ കഴിക്കുന്നേക്കാൾ അതിനേക്കാൾ രുചിയാണത്. ഭയങ്കര എക്സ്ട്രാ സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, സോസും സംഭവമൊക്കെ വേണ്ടവർക്കും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് കഴിക്കാം. ഓക്കെ, വരും രണ്ട് ബാച്ചായിട്ട്. എല്ലാവരും മുതലപ്പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ചിക്കനാണ് സ്റ്റൈൽ ഗ്രില്ല് ചെയ്തേക്കണത്. എടുത്ത് കഴിക്കും, പേടിക്കണ്ട, ധൈര്യമായിട്ട് എടുത്ത് കഴിച്ചോ. തായ് ഹെർബ്സ് ഒക്കെ ഇട്ട് ഗ്രില്ല് ചെയ്തേക്കണതാണ്. ഇപ്പൊ കഴിക്കുന്ന ചിക്കനാണ്. നേരത്തെ നമ്മൾ കഴിച്ചത് മുതല. മുതല വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോ വരൂ. Fried rice, pad thai, fish, 250. Two fish, 5 pound song, 1,200 baht. നാട്ടിൽ പിന്നെ ഭാര്യമാര് നന്നാക്കി തരും. നമുക്കിവിടെ നമ്മളെ നന്നാക്കണം. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. വെറുതെ ഇങ്ങ് വലിച്ചു കഴിഞ്ഞാൽ തലവശം ഇങ്ങോട്ട് പോരും. ഓക്കെ, നോർമൽ നന്നാക്കുക. വളരെ നമ്മുടെ ഐറ്റംസ് വേണ്ട, നമുക്കുള്ള സംഭവങ്ങളാണ് വരുന്നത്. ചെമ്മീനീൻ എടുക്കാം, ഭയങ്കര സോഫ്റ്റാണ്. അങ്ങോട്ട് കഴിക്കുക. അതിന് ചട്നി ഉണ്ടായാലും മുക്കി കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്യണ്ട, മാറി നിന്നാൽ നിങ്ങളുടെ ചാൻസ് മിസ്സാവും. ഇനിയും വരും. ധൈര്യമായിട്ട് ചെമ്മീൻ എടുത്ത് കഴിച്ചു. നല്ല
പഞ്ഞി പോലത്തെ ചെമ്മീൻ ധൈര്യമായിട്ട് കഴിച്ചോ. കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയട്ടോ. നല്ല ടേസ്റ്റ്, അടിപൊളി സോഫ്റ്റ് ചെമ്മീൻ, ചട്നി നല്ല ടേസ്റ്റ്. ഒരു ഫോർമാലിറ്റി ഇല്ല, എല്ലാവരും എടുത്ത് കഴിക്കണം. ചെമ്മീൻ ചെമ്മീൻ ഇവിടെ കഴിക്കാനായിട്ട് എല്ലാവരും ഇതേ ഇങ്ങനെ നിൽക്കണ്ടേ. നമ്മുടെ ഗ്രൂപ്പ് വന്ന ആളുകളാണ്. നിങ്ങൾക്ക് ചില സംഭവം കാണിച്ചു തരാൻ പറ്റുള്ളൂ നമുക്ക്. നമ്മുടെ നാട്ടിലെ മറ്റേ തിലാപ്പിയ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ഫിഷാണ്. അതിന്റെ ചെതമ്പല് കളയൂല, അതിന്റെ മുകളിൽ ഉപ്പിട്ടിട്ട് ഗ്രില്ല് ചെയ്തിടും. പക്ഷേ അതിന്റെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സോഫ്റ്റ്, പഞ്ഞി പോലെ ഇരിക്കും. നോക്കിക്കൊണ്ട ഇങ്ങനെ ഒരു മീറ്റുകൾ കണ്ടോ. കഴിച്ചു നോക്ക്. എടുക്ക്. പോലെ തന്നെ പഞ്ഞി പോലെ ഇരിക്കണം. പിന്നെ മീനിഞ്ഞും വരും. എല്ലാവർക്കും തരാം. ആ ചട്നിയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കും. മീൻ നിങ്ങൾക്ക് മുമ്പ് ഇത്ര സോഫ്റ്റ് ആയിട്ട് വേറെ മസാലകളില്ലാണ്ട് കഴിച്ച് കാണൂല. ഭയങ്കര തിരക്ക്. പഞ്ഞി പോലെ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര തിരക്കായി. അല്ലല്ല, ഇതിന് നിങ്ങൾ എല്ലാവരും ഇഷ്ടാനുസരണം മേടിച്ച് കഴിക്കണം. ഉണ്ട്, നീ ഓർഡർ ചെയ്തിട്ടുണ്ട്, കഴിച്ചോ. ഈ ഒരു പീസ് കഴിച്ചേക്ക്, ഇങ്ങനെ തന്നെ എടുത്ത് കഴിച്ചേക്ക്. കടികൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് കഴിക്കാം. ഷെയർ ചെയ്ത് കഴിച്ചോളൂ. ഒരു കൈ കൊണ്ട് കഴിച്ചു. നമ്മുടെ സുഹൃത്താണ്, ദുബായിൽ വർക്ക് ചെയ്യണേ, എമിറേറ്റ്സിലാണ്. ലീവ് എടുത്തോണ്ട് വന്നേക്കണതാണ്. 2 ദിവസം നമ്മളെ കാണാൻ വേണ്ടിട്ട്. വരൂ. ചിക്കനാണ് തായ് ആബ്സെന്റ് ഗ്രില്ല് ചെയ്ത ചിക്കൻ എടുക്ക്. നിങ്ങളുടെ ഇഷ്ടം കുറച്ചുണ്ടാവുള്ളൂ. പക്ഷെ ഭയങ്കര രുചിയുള്ള മീറ്റ്. ഇതൊക്കെ തന്നെ, അതൊക്കെ തന്നെ. അതിന്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ. അതാണ് സംഭവം. ഒന്നും കളയാനില്ല. ഒന്നും കളയാനില്ല. ഈ ജ്യൂസി ആയിട്ടുള്ള സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ആ ജ്യൂസ് വലിച്ചെടുക്കണം. കഴിക്കേണ്ട രീതിയിൽ കഴിക്കണം. കഴിഞ്ഞില്ലാട്ടാ, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, സ്വീകരണ സ്ഥലത്തേക്ക് പോകും. ഇത് വന്ന് പൈസ കൊടുത്ത് നമ്മള് ചെയ്തില്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് മോശക്കാരല്ലേ. നമ്മൾ ഇന്ത്യക്കാരെ നമ്മൾ പറയിപ്പിക്കില്ല. ഞാനും കൂടാ കേട്ടോ. ഇതും കൂടി കേട്ടോ. ഓക്കെ, എല്ലാം ഫ്രൈ ചെയ്യാൻ പോകണം. വെയിറ്റ് കാണാം. ഇവിടുത്തെ കസ്റ്റമർ സ്ഥിരം കസ്റ്റമറാണോ? ചെറുതായിട്ട് ഇതൊക്കെ കഴിക്കല്ലേ. കേള്, പഴുതാര, പാമ്പ്, അതാ വേണ്ട. സാധനം കഴിച്ചു. കേളാരും കഴിക്കില്ല. എന്റെ കൂടെ കഴിക്കില്ലേ? കേള് കഴിക്കൂല്ലേ? ഇത് ഗ്രാസ് സൂപ്പർ എന്ന് പറയുന്നത് ഗൾഫിലൊക്കെ പച്ചന കഴിക്കുന്ന സാധനമാണത്. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്. പച്ചന കഴിച്ചാൽ, ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അത്രയും ഓയിലും കൂടി കയറുന്നു മാത്രം. നല്ലതാണ്. ഇതൊക്കെ നാച്ചുറൽ പ്രോട്ടീനാണ്, അല്ലാണ്ട് കാട്ടിൽ നിന്നും പിടിച്ചു കൊണ്ടുവരുന്നതല്ല. US-ന്റെ പല സ്ഥലങ്ങളിലും, വേൾഡിന്റെ പല സ്ഥലങ്ങളിലും, തായ്ലൻഡ്, ചൈന, അതുപോലെ തന്നെ കൊറിയ, ജപ്പാൻ, പല സ്ഥലങ്ങളിലും ചില പ്രൊവിൻസിലൊക്കെ റെഗുലർ ഫുഡാണ് അവർ. കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. അതൊക്കെ ആപ്പിൾ വിനാഗിരിയും അതുപോലെ തന്നെ വൈറ്റ് പെപ്പറും കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കഴിക്കാനുള്ളതല്ലേ. എല്ലാവരും ശ്രദ്ധിക്കും. മുത്തൊന്നും മുത്തണ്ട. നാട്ടിലുള്ള നാട്ടിൽ കൊടുക്കുക. ഇത്
കൃത്യമായിട്ട് വളർത്തുന്നതാണത്. പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മുടെ സ്കിന്നിനും കണ്ണിനും ഇന്റേണൽ ഓർഗൻസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഒരു തരത്തിലുള്ള കെമിക്കലോ ആർട്ടിഫിഷ്യൽ സംഭവങ്ങളില്ല. 100% സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് കൈ പിടിച്ചങ്ങനെ. ഓക്കെ, ആദ്യം എടുക്കുന്നത് പുളിച്ചാടി ഇതാ. ഓക്കെ, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഒരു അരുചി കൊമ്പൊന്നും കുഴപ്പമില്ലല്ലേ? കണ്ടിട്ട് അഭിപ്രായം പറയും. ആള് പറയട്ടെ, ഞാൻ ഒന്നും പറയില്ല. ആള് പറയട്ടെ എന്തെങ്കിലും അരുചി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒരു അരുചിയില്ല. ധൈര്യമായിട്ട് കഴിക്കും. ധൈര്യമായിട്ട് കഴിച്ചു. നിങ്ങള് ഷേപ്പൊക്കെയാണ് പ്രശ്നം. നിങ്ങളെ ഇതിന്റെ നോക്കിന്റെ ഭംഗിയൊക്കെ നോക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ആദ്യത്തെ ഒരെണ്ണം സാമ്പിൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അയ്യോ കുട്ടികളൊക്കെ ചോദിച്ചു വരാണ്. തലക്ക് വട്ടാണ്. കണ്ണടച്ച് കണ്ണടച്ച് എന്ത് രസം കണ്ട അപ്പൊ ഞാനൊരു ചാടി ട്രൈ ചെയ്യാൻ പോകും. കഴിക്കപ്പോ നിങ്ങൾക്ക് അവിടെ ദുബായിൽ ഓടി വരുന്നത് അടിപൊളി പുൽച്ചാടി. കഴിഞ്ഞില്ല അവിടെ ഒരാൾ കഴിക്കണില്ല. അവിടെ അയ്യോ പുഴു കഴിഞ്ഞ തേള് തിന്നാൻ പോണു. പുഴ തിന്ന് അടിപൊളി പുഴു. രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ, രണ്ടെണ്ണം ഉള്ളൂ. അല്ലല്ലേ ഞാൻ പറഞ്ഞുതരാം, പിടിക്ക്. അതല്ലേ ഇത് വളരെ, അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഹൈ ഡിമാൻഡുള്ള ഐറ്റമാണ്. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്യണേൽ ഇതിന്റെ ഇതെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു ഗുണം പറഞ്ഞാൽ ഇവിടെ എല്ലാം തീരും. ഇത് ഒരു തേളിനെ കഴിച്ചാൽ ചൈനീസ് ജപ്പാനീസ് ഇത് പ്രകാരം 8 ദിവസം വയാഗ്ര കഴിച്ചതിന് തുല്യം എന്ന് പറയും. ബോഡിക്ക് അത്രയും എനർജി പവർ ആയിരിക്കും. സെക്ഷലി മാത്രമല്ല, ബോഡിയുടെ നമ്മുടെ ശരീരത്തിലെ മൈക്രോ നാനോ നെർവ്സിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. ബ്രെയിനിലേക്കുള്ളത്, കണ്ണിലേക്കുള്ളത്. അപ്പൊ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇനി കഥ പറയണില്ല, ഞാൻ കഴിക്കാൻ പോണു. കേരളം തിന്നുമ്പോൾ ആദ്യം ഇതിന്റെ കൊമ്പൊടിച്ച് കളയും. കാരണം പല കഴിക്കുന്നത്, പക്ഷെ ഈ കൊമ്പൊടിക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ വാലും ഒരു മുള്ളുണ്ടാവും. വിഷം കാരണമല്ല, അണ്ണാക്കിൽ കുത്താതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി എന്നിട്ട് എങ്ങനെ കടിച്ചില്ല, ഞണ്ട് തിന്നണ പോലെ. ഞാൻ എല്ലാവർക്കും തരാം, കുറച്ചായിട്ട്. തിന്നില്ല വേണ്ട, ഒരു കടി കഴിക്കുന്നല്ലേ പറഞ്ഞാല് മാത്രം അഭിപ്രായം പറയാം. പിന്നെ വേറെ ഐറ്റം വലിയ പാറ്റ, വളരെ രുചിയുള്ള പാറ്റയാണ്. പാറ്റയുടെ പാറ്റ കണ്ടില്ലേ, പാട്ടൊക്കെ രുചിയാണ്. കേട്ടോ,
തോട് തുപ്പി കളയണം. തോട് അതെ, വാ വാ വാ. ബാക്കിയുള്ള ഒരു കടി വരും. Talk in camera. No, don't touch lens. Don't touch lens. Your name? Name? ഇതിന്റെ പേരെന്താണ്? നെയിം മണ്ണാറക്കണ്ണൻ്റെ ഉണ്ടല്ലേ? ഒരു വീഡിയോ കോൾ വിളിച്ചാൽ ഇങ്ങനത്തെ ഒരു സാധനം കാണിച്ചതാ. ഇനിയും കാണും, ഇനിയും യാത്രകൾ ബാക്കിയാണ്. പെട്ടെന്ന് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഇറങ്ങേണ്ട സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് ഉണ്ട്. ഈ ബാഗ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകണം ഇവിടുന്ന് തായ്ലാൻഡിൽ നിന്ന്. അപ്പോൾ ബാഗ് കുറച്ച് കീറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എയർപോർട്ടിൽ വെച്ച് പൊട്ടണമെന്ന് വെച്ചിട്ട് ഇവിടെ ആരിസ് ഖാൻ ഇവിടെ ഒരു കടയുണ്ട്, പെട്ടെന്ന് ഇവിടെ ഇറങ്ങിക്കോളാൻ. അങ്ങനെ പെട്ടെന്ന് ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് ആരിസ് ഖാനോട് പോയി പറഞ്ഞതാണ് ആ കണ്ടത്. ബാഗ് ഞാൻ മേടിക്കില്ല കേട്ടോ. ബാഗിൻ്റെ ഒരു കട ഞാൻ കാണിച്ചു തരാം. ഈ കട ഞാൻ ഇന്നലെ കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ ടൗല് വാങ്ങാൻ പോയപ്പോൾ വേറൊരു എപ്പിസോഡിൽ പകല് ഇവിടുത്തെ ബീച്ച് ചെയ്യാനിപ്പോൾ. അപ്പോൾ ബീച്ചിലെ പകൽ കാഴ്ചയിൽ ഞാൻ ഈ ഇത് കാണിച്ചെന്നാണ് തോന്നുന്നത് കേട്ടോ. നോക്കട്ടെ ഞാൻ പോയിട്ട്. ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇല്ലല്ല, ഇത് ഈ കട ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ബീച്ചിനോട് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ബാഗ് ഹാരിസ് പറഞ്ഞു ഇവിടെ നല്ല ബാഗ് എന്ന് പറഞ്ഞു. ഇതേ ബാഗ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ബാഗ്. ഈ ബാഗ് കുഴപ്പമൊന്നുമില്ല. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് കണ്ട, ഇതാണ് ബാഗ്. ഇതിൻ്റെ ഉണ്ട്. ഈ സൈഡ് കണ്ട, ഈ സൈഡ് ഇങ്ങനെ കീറിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ എയർപോർട്ടിൽ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ടോണ്ട് വരും. ഞാൻ പള്ളി പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ പേരിൽ ചേഞ്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ബാഗ് വാങ്ങിയിട്ടാ. ബാഗ് വാങ്ങി ബാഗ് കവറിലിട്ട് എഡിഡാസ്ന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒറിജിനൽ എന്നൊന്നും അറിയില്ല കേട്ടാ. 450 ബാത്ത് വാങ്ങിയതായിരുന്നു. ഇവിടുത്തെ പൂത്താടലൊക്കെ കഴിഞ്ഞ് ഈ തായ്ലാൻഡിലെ. അപ്പോൾ നാളെ രാവിലെ ഞാൻ ബാങ്കോക്ക് ടു ബോംബെ ടു ദുബായ്, സോറി ബോംബെ ടു കൊച്ചി പെരുന്നാൾ വിടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ഇത് പെരുന്നാൾ മുന്നേ ഷൂട്ട് ചെയ്തതെന്ന് അറിയാല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോസൊക്കെ വരും. ഇനിയിപ്പോൾ നാട്ടിൽ പോണ വീഡിയോ ഇവിടെ ഏത് ബാങ്കോക്ക് ടു ബോംബെ ടു കൊച്ചി ഉള്ള വീഡിയോ ഇവിടെ കേട്ടോ. പിന്നെ ഇപ്പം തിരക്കായി. നാട്ടിൽ നിന്ന് ഞാൻ ദുബായിലേക്ക് പോകും. ദുബായി പിന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്താൽ തിരക്കായില്ലേ. മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് വരും. പല രാജ്യങ്ങളിലൊക്കെ വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ.